ഹായ് ഗായ്സ്, ചില പേരുണ്ട് ഒരു 50 വയസ്സായി കഴിഞ്ഞാലും അവരുടെ ഫേസിൽ യാതൊരു വിധത്തിലുള്ള ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവരെ കണ്ട ഒരു 20 വയസ്സ് പോലെ ചെറുപ്പം തോന്നിക്കും കേട്ടോ. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവരുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജൻ്റെ അളവ് കുറയാത്തതാണ് കാരണം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലോ ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടും കെമിക്കലും മറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫേസിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൊളാജൻ്റെ അളവ് തന്നെത്താൻ അങ്ങ് കുറഞ്ഞു വരും കേട്ടോ. ഇങ്ങനെ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 25 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ ചുളിവൊക്കെ വീഴാൻ തുടങ്ങും. ഈ കൊളാജൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ പ്രോട്ടീൻ്റെ അളവിനെയാണ് കൊളാജൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു കൊളാജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ചുളിവൊക്കെ വീഴുന്നത്. ഈ ഒരു കൊളാജൻ്റെ അളവ് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അതിനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് മാസ്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു മാസ്ക് നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആക്കിയിട്ട് നിങ്ങൾക്ക് 40 വയസ്സായാലും നിങ്ങളെ കണ്ട 20 വയസ്സ് തന്നെ തോന്നിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ ഒരു മാസ്ക് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 1 ടീസ്പൂണോളം നമ്മുടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ചോളപ്പൊടി കേട്ടോ, കോൺ സ്റ്റാർച്ച് അല്ല, ചോളപ്പൊടി, ചോളമാവാണ്, കോൺഫ്ലോർ ആണ്. അത് ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രഷ് ആയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ആരും തന്നെ ഇത് അധികം ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും പാടില്ല. അതുപോലെ തന്നെ നമുക്കിത് ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കേട്ടോ. ആരും തന്നെ ഒത്തിരി തവണത്തേക്ക് ഇത് ഉപയോഗിക്കരുത്. ചുളിവ് പെട്ടെന്ന് പോകുന്നു പറഞ്ഞിട്ട് ആരും ഇത് ഒത്തിരി തവണ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 തവണ ഫ്രഷ് ആയിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം ഈ ഒരു കോൺഫ്ലോർ എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിനകത്തേക്ക് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ. നമ്മുടെ ഈ ഒരു കോൺഫ്ലോറിനെ ഒന്ന് കുറുക്കി കൊണ്ടുവരികയാണ്. കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന ആ ഒരു ജെൽ പരുവായിട്ട് നമുക്ക് കിട്ടും. കുറുക്കി കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടാലും കൈ എടുക്കരുതിട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടയായി പോകും. ഗൈസ്, നമ്മുടെ ഒരു കൂട്ട് നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അങ്ങ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മാസ്ക് റെഡി ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു കോൺഫ്ലോർ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ആമണ്ട് ഓയിലാണ്. ആമണ്ട് ഓയിൽ ഈ കാണുന്ന കുഞ്ഞു സ്പൂണിനകത്ത് 1 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കുക. പിന്നീട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ആപ്പിൾ സിഡാർ വിനീഗറാണ്. ഇത് ഞാൻ 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ചേർക്കുന്നുണ്ട്. ഈ ഒരു ആപ്പിൾ സിഡാർ വിനീഗർ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. പഴപ്പം അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ചെറുപഴം ആയതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പഴമല്ല വേണ്ടത്, പഴത്തിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത്. തൊലിക്കകത്ത് കാണുന്ന ആ ഒരു സംഭവം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പഴം ആവശ്യമില്ല, പീലിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് അങ്ങ് ചുരണ്ടി എടുത്ത് ഈ ഒരു കൂട്ടിനകത്തേക്ക് കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിനകത്ത് നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ കോൺഫ്ലോർ ആണ്. പിന്നെ നമ്മൾ ആമണ്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ആപ്പിൾ സിഡാർ വിനീഗർ, അത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു പീലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കൂട്ടാണ്. അതും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിക്ക് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുക. മാഷ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൂട്ട് റെഡി ആയിട്ട് വരും. ഗൈസ്, നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ, കഴുത്തിൽ, കയ്യിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. കഴുകുന്ന സമയത്ത് ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട്, അരി കഴുകിയ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. അതും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ നാൾക്ക് നാൾ മറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും. ഓക്കെ ഗൈസ്, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.